ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഷവർമ ഷോർട്സിൻ്റെ റെസിപ്പിയാണ്, അഥവാ പാനിപൂരി ഷവർമ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് 300 ഗ്രാം അളവിൽ ചിക്കനാണ് ആവശ്യമായിട്ടുള്ളത്. ഇതുപോലത്തെ എല്ലില്ലാത്ത ബോൺലെസ് ചിക്കൻ വേണം എടുക്കാനായിട്ട്. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മന്തി മസാലയും കൂടെ തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ നല്ലപോലെ ചതച്ചിട്ടുള്ളതാണ്, അതും കൂടെ ചേർക്കാം. ഒത്തിരി പേസ്റ്റാക്കി എടുക്കണ്ട. കൂടെ തന്നെ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടെങ്കിൽ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ചിക്കൻ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇതുപോലെ പരത്തി വെച്ചെടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഒത്തിരി ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണ്ട. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും കൂടി ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നോർമൽ മസാലയിലും ചിക്കന് ഫ്രൈ ആക്കി എടുത്താൽ മതിയാകും. ഇതുപോലെ തിരിച്ച് മറിച്ചിട്ടിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഇതിനെ ചെറിയ പീസായിട്ട് വേണം ഉടച്ചെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇങ്ങനെ നല്ല പോലെ എല്ലതും ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 പീസ് ചാർക്കോളും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ തീക്കനലായാലും മതിയാകും. ഇതിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ആ ഒരു ഹോൾസും കൂടെ അടച്ചിട്ട് വേണം അടച്ചു കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ആ ഒരു സ്മോക്കി ഫ്ലേവറൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ചാർക്കോൾ അങ്ങ് എടുത്ത് മാറ്റാം. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് പാനിപൂരിൻ്റെ ഫ്രൈ ആക്കി എടുക്കാനുള്ള പൂരിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാ ഷോപ്പിൽ നിന്നും വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തോ എടുക്കാം. ചെറിയൊരു കുക്കുംബർ കട്ടാക്കി എടുത്തതും ഒരു പീസ് ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചധികം ക്യാബേജ് വേണം എടുക്കാനായിട്ട്. ചെറിയൊരു പീസ് പച്ചമുളക് കട്ടാക്കി എടുത്തതും അതുപോലെ ഒരു പകുതി സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലും കൂടെ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടെങ്കിൽ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഒരു വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. അപ്പോൾ ഈ ഒരു കൂട്ടിൽ വേണ്ടവർക്ക് കൂട്ടിയെടുത്താൽ മതിയാകും. ഇനി എല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഒരു മിക്സ് കൂടുതലായതുകൊണ്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു ചിക്കനിലേക്ക് ഇത്രയും വെജിറ്റബിൾസ് ആവശ്യമായിട്ടില്ല. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മയോണൈസും കൂടെ ചേർത്ത് കൊടുക്കാം. മയോണൈസ് കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. എല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ആ ഒരു ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് നോർമലായിട്ടുള്ള മസാല തേച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ ആക്കി എടുക്കൂലേ, അത് ചേർത്ത് കൊടുത്താലും മതി. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു പാനിപൂരിയും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതുപോലെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇതുപോലെ കുറച്ച് മാത്രം പൂരി ചേർത്തിട്ട് നന്നായിട്ടങ്ങ് വറുത്ത് കോരിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ അതിനെക്കാട്ടൊക്കെ ഈസി ആയിട്ടുള്ളത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണതാണ്. ഇതാവുമ്പോൾ കുറച്ച് നേരം ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഇതുപോലെ മൊത്തത്തിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഓരോ ബോൾസിലേക്കും ആ ഒരു ഫില്ലിംഗ് അങ്ങ് നിറച്ചു കൊടുക്കുക. ഇതുപോലെ ആ ഒരു മുകൾ ഭാഗം ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 2-3 ടീസ്പൂൺ നിറച്ചു കൊടുക്കുക. ഫില്ലിംഗ് നിങ്ങൾക്ക് എത്രത്തോളം കഴിക്കാൻ ഇഷ്ടമാണ് അതിനനുസരിച്ച് നിറച്ചു കൊടുക്കുക. കുറച്ച് മയോണൈസും കുറച്ച് കെച്ചപ്പും കൂടെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചൂടോടുകൂടി കഴിക്കാനാണ് ഇത് ടേസ്റ്റ് ഉള്ളത്. ഈ ഒരു ക്രിസ്പി പോയി കഴിഞ്ഞാൽ ഇത് ഒട്ടും കൊള്ളത്തില്ല. അപ്പോൾ ഇങ്ങനെ ചൂടോട് കൂടിയിട്ട് മാത്രമേ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ സാധാരണ ഉണ്ടാക്കിയെടുക്കാറുള്ള ആ ഒരു ഷവർമ ബോക്സിൻ്റെ അത്രയും ടേസ്റ്റ് ഒന്നും ഇതിനില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ആക്കി നോക്കാം. എന്നിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്